ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ടെമ്പിളിലാണ് ഞാനിന്നുള്ളത്. അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ വൃക്ഷം നാഗകന്ധി വൃക്ഷമാണ്. ഈ വൃക്ഷം വെട്ടിയപ്പോഴാണ് കടപ്പാട്ടൂരപ്പൻ്റെ വിഗ്രഹം കിട്ടിയത്. ജൂലൈ 14 ആണ് അത്. അപ്പോൾ എല്ലാ ജൂലൈ 14 ഇവിടെ വിശേഷാൽ പൂജയും ഈ മരം വെട്ടിയ ആളെയും ആദരിക്കുന്ന ജനങ്ങളുണ്ട്. ഇത് കടപ്പാട്ടൂർ NSS ഹിന്ദു ദേവസ്വം ഗസ്റ്റ് ഹൗസ്, അതുപോലെ തന്നെ കടപ്പാട്ടൂർ NSS ഹിന്ദു ദേവസ്വം ഓഫീസാണ് കാണുന്നത്. വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്, നിരവധി ഷോപ്പുകളുണ്ട്. നമുക്ക് ഹിന്ദു സംബന്ധമായ ഫോട്ടോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി. മീനച്ചിലാറിൻ്റെ തീരത്താണ് കടപ്പാട്ടൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മീനച്ചിലാറാണ് ഈ ഒഴുകുന്നത്. ഇത് സ്ത്രീകൾക്ക് കുളിക്കാനുള്ള കടവാണ്. ഇതാണ് മീനച്ചിലാറ്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. ഇല്ലെങ്കിൽ മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന ഒരു നദിയാണ് മീനച്ചിലാറ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ബിഷപ്പ് ഹൗസാണ്. ചില നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ ഫ്ലെക്സിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ മണ്ഡലകാലത്ത് നിരവധി അയ്യപ്പന്മാർ വന്ന് ഒരു വിശ്രമ കേന്ദ്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇവിടെ വിശാലമായ കാർ പാർക്കിങ്ങും എല്ലാം ഉണ്ട്, അതുപോലെ ഭക്ഷണമുണ്ട്. അതുകൊണ്ട് അയ്യപ്പന്മാരെല്ലാം ഇവിടെ വന്ന് തമ്പടിച്ചിട്ട് ഒരു വിശ്രമം എന്ന നിലയ്ക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം. അതാണ് കുറച്ച് അറിയിപ്പുകൾ ഇവിടെ നമുക്ക് തരുന്നുണ്ട് ദേവസ്വത്തിൻ്റെ. നമ്മൾ ആ അറിയിപ്പുകൾ കർശനമായിട്ടും പാലിക്കേണ്ടതാണ്. ക്ഷേത്രത്തിൻ്റെ പരിപാലനത്തിന് അറിയിപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അത് കർശനമായിട്ട് അനുസരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.